ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറുസലേം ദേവാലയവുമായി ഈശോയ്ക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ കാണുന്നത്. 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ ശിശുവായ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതും 41 മുതൽ 52 വരെയുള്ള ഭാഗത്ത് ബാലനായ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്നതുമാണ് പ്രതിപാദ്യം. അക്കാലത്ത് നിലനിന്നിരുന്ന മോശയുടെ നിയമമനുസരിച്ച് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ മാതാപിതാക്കൾ എത്തുന്നു. തങ്ങളുടെ മകൻ ദൈവപുത്രനാണെന്നറിഞ്ഞിട്ടും നിയമാനുഷ്ഠാനം നടത്തുന്ന വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ അമ്മയും. 41 മുതൽ 52 വരെയുള്ള വചനഭാഗത്ത് കാണുന്നത് ജെറുസലേം ദേവാലയവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമാണ്. യാത്രക്കിടയിൽ ബാലനായ ഈശോയുടെ അസാന്നിധ്യം മനസ്സിലാക്കിയ വിശുദ്ധ യൗസേപ്പും മേരിയും പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന മകനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. ബാലനായിരുന്ന ഈശോയുടെ ജ്ഞാനം മറ്റുള്ളവരിൽ അത്ഭുതമുളവാക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നുവെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം ആരംഭിക്കുന്നതും തുടരുന്നതും അവസാനിക്കുന്നതും ദേവാലയത്തിലാണ്. ദേവാലയം ക്രൈസ്തവ ജീവിതത്തിന് കെട്ടുറപ്പ് നൽകുന്നു. നിസ്സഹായനായ ഒരു ശിശുവായി ദേവാലയത്തിലെ മാമോദീസ തൊട്ടിക്കരികിൽ എത്തുന്ന നാം നിസ്സഹായനായ ഒരു മനുഷ്യനായി ജീവിതാന്ത്യത്തിൽ ദേവാലയത്തിൽ തന്നെ എത്തിച്ചേരുന്നു. നാം അന്ത്യവിശ്രമം കൊള്ളേണ്ടത് ദേവാലയ പരിസരത്തായതിനാൽ ദേവാലയ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. ദേവാലയം ദൈവത്തെ കണ്ടുമുട്ടുന്ന വിശുദ്ധമായ ഇടമായി മാറണം. ദൈവം വസിക്കുന്ന ഇടമാണ് ദേവാലയം. ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ആന്തരിക നിശബ്ദതയിലേക്ക് നാം കടക്കുന്നത്. വാചികമായ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോഴും ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനുള്ള ശക്തമായ പ്രേരണ നമുക്കുണ്ടാകും. കാരണം ദേവാലയത്തിൽ വസിക്കുന്ന ദൈവം നമ്മിൽ ഓരോരുത്തരും വസിക്കുന്നു. നാം തന്നെ ദേവാലയങ്ങളായി മാറുന്നു. വിശുദ്ധ പൗലോസ് കൊറിന്ത്യസുകാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ച നമ്മിൽ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ദൈവം വസിക്കുന്ന ആലയത്തെ ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധിയെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവിക സാമീപ്യത്തിന് വിശുദ്ധി അനിവാര്യമാകയാൽ മനസ്സിന്റെ നവീകരണം വഴിയുള്ള രൂപാന്തരപ്പെടൽ അതിന് സഹായകമാകും. ജെറുസലേമിലേക്കുള്ള തിരുക്കുടുംബത്തിന്റെ യാത്രയിൽ ഈശോ കൂടെ ഉണ്ടായിരുന്നു. തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ദൈവപുത്രൻ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ തിരിച്ചു നടക്കാൻ തിടുക്കം കൂട്ടുകയാണ് വിശുദ്ധ യൗസേപ്പും മാതാവും. ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നതുവരെ അന്വേഷണം തുടരുകയാണ്. ഈ അന്വേഷണത്വര നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടെങ്കിലും അതൊരു അനുഭവമാകാത്തിടത്തോളം കാലം ജീവിത വ്യഗ്രതകൾക്കിടയിൽ ഈ അറിവ് തന്നെ നഷ്ടപ്പെടാം. നഷ്ടപ്പെട്ട ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് തിരിച്ചു നടക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് ചുറ്റുമുള്ള ദൈവ സാന്നിധ്യം മനസ്സിലാകുന്നതുവരെ, ദൈവത്തെ കണ്ടുമുട്ടുന്നതുവരെ അന്വേഷണം തുടരാൻ നമുക്ക് കഴിയണം. ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ കൂദാശകളുടെ സ്വീകരണം, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയും കുമ്പസാരവും നമ്മെ പ്രാപ്തരാക്കും. പാപകരമായ സാഹചര്യങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പാപം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. കൂദാശകളുടെ സ്വീകരണം വഴി ജീവിതത്തിൽ മാറ്റം ഉണ്ടായാൽ മാത്രം പോരാ, നാം ഓരോരുത്തരും ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളായി മാറണം. തിരുസാന്നിധ്യത്തിന്റെ കൂദാശകളാകണം.